ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടൻ പറയുന്നത് 3 തലമുറ കാണുന്നു എന്നാണ്. ഈ പോക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു തലമുറയെ എടുത്തു മാറ്റിയിട്ട് ഇത് 18+ ടോപ്പിക്കാക്കി മാറ്റി സംപ്രേഷണം ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ ആളുകൾക്ക് കണ്ടന്റിന് വേണ്ടിയിട്ട് കുൽസിതത്തെയാണ് ഇപ്പോഴത്തെ ഒരു ടോപ്പിക്കാക്കി മാറ്റിയിട്ടുള്ളത്. നമ്മളെല്ലാരും കണ്ടതാണ് കഴിഞ്ഞ ദിവസം ലക്ഷ്മി മസ്താനി കൂടെ ചേർന്നുകൊണ്ട് ഒനീൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശങ്ങളും അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥി ലെസ്ബിയൻ കപ്പിൾസായ ആദില നൂറയ്ക്കെതിരെ നടത്തിയ പരാമർശവും പുറത്തെ സമൂഹം അതിനെ ഏത് രീതിയിലാണ് എടുത്തതെന്നും അതിനു വേണ്ടിയിട്ട് ലാലേട്ടൻ പോലും വന്ന് ഈ പറയുന്ന ആദില നൂറയ്ക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് മസ്താനി എവിക്റ്റ് ആവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ലക്ഷ്മി തന്റെ നിലപാടിൽ മാറ്റം വരുത്തി ഒനീലുമായി നടന്ന വിഷയത്തിൽ ഒരു അപ്പോളജീസും ചെയ്തിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ LGBT കമ്മ്യൂണിറ്റിയോടുള്ള ആ ഒരു എന്താ പറയാ വ്യത്യസ്ത നിലപാട് വളരെ വ്യക്തമായി തന്നെ അതിൽ ഉറച്ചു തന്നെയാണ്, ആ സ്റ്റാൻഡിൽ തന്നെയാണ് ലക്ഷ്മി നിലകൊണ്ട് നിന്നു പോകുന്നത്. അതുപോലെ തന്നെ താൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് ലക്ഷ്മി എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് താല്പര്യമില്ല എന്നും ലക്ഷ്മിയുടെ പ്രൊപ്പഗൻഡ എന്താണെന്ന് പുറത്ത് ജനത്തിന് അറിയുന്നതാണ്. ലക്ഷ്മി ഫോളോ ചെയ്യുന്ന ആ ലക്ഷ്മിയുടേതായിട്ടുള്ള ഐഡിയോളജിയുമായിട്ട് അത് ഒത്തുപോകാത്തത് കൊണ്ട് തന്നെയാണ് ലക്ഷ്മി ആ ഒരു ടോപ്പിക് അവിടെ വെക്കുകയും ആ ഒരു ടോപ്പിക്ക് വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കുകയും ചെയ്ത് അതിന്റെ പേരിൽ പല രീതിയിൽ ഈ പറയുന്ന ലക്ഷ്മി പുറത്ത് സൈബർ അറ്റാക്കുകൾ നേരിടുന്നുണ്ട്. എന്തിനേറെ ലക്ഷ്മിയുടെ മകനെതിരെ പോലും വളരെ ശക്തമായ രീതിയിലുള്ള സൈബർ ബുള്ളിങ് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ നമുക്ക് കാണാതിരിക്കാൻ സാധിക്കത്തില്ല, ഇതും നമ്മൾ കണ്ടു തന്നെ പോകണം. കാരണം ലക്ഷ്മി പറഞ്ഞത് വളരെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഒരിക്കലും ലക്ഷ്മി ഒരു പബ്ലിക് ഇടത്ത് വന്നിരുന്നിട്ട് ഒരു ഷോയ്ക്കകത്ത് നിന്നിട്ട് ഷോയുടെ ക്രെഡിബിലിറ്റിയും കൂടി ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഷോ വെക്കുന്ന കണ്ടന്റുകളുടെ ക്രെഡിബിലിറ്റിയും കൂടി ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ലക്ഷ്മി ആ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ എന്റെ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ ഇവിടെ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, അതിനെ എതിർക്കുന്നവരുമുണ്ട്. പക്ഷെ അത് എതിർക്കുമ്പോൾ ആ ഒരു വിഭാഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എതിർക്കാം, വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ആർഗ്യുമെന്റുകൾ വെക്കാം, വ്യക്തമായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് വെക്കാം. പക്ഷെ അത് രണ്ട് വ്യക്തികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വ്യക്തി ജീവിതത്തെ കൂടി അറ്റാക്ക് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുന്നത് തെറ്റാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ അതിനപ്പുറം നടക്കുന്ന സൈബർ ബുള്ളിങ്ങിനെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ വിഷയം അതല്ല. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും, നെവിൻ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി ബിഗ് ബോസിന്റെ തുടക്കം മുതലേ ഉള്ള മത്സരാർത്ഥിയാണ്. വളരെയേറെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഒരുപാട് എന്റർടൈൻമെന്റ് ടോപ്പിക്കുകൾ പുറത്തേക്ക് ഓൺ എയർ ചെയ്തിട്ടുള്ള ഒരു മത്സരാർത്ഥിയും കൂടിയാണ് ഈ പറയുന്ന നെവിൻ എന്ന് പറയുന്ന ആള്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീക്ക് പോയിന്റ് നമ്മൾ പലകുറി കണ്ടിട്ടുള്ളതാണ്. ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു ഒരു തമാശ ആവാം, ആ തമാശ ഒരു പരിധിക്കപ്പുറം പോകുമ്പോൾ അത് അരോചകമായി മാറുമെന്ന് നെവിന് പല കുറി ലാലേട്ടൻ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണുമായി ബന്ധപ്പെട്ട് നെവിൻ ഒരുപാട് കണ്ടന്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതെല്ലാം തന്നെ മോഷണവും അതുപോലെ തന്നെ ഒരളവിൽ കൂടുതൽ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ മിക്ക പ്രശ്നങ്ങളുടെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നതും കിച്ചൺ തന്നെയാണ്. ഈ കിച്ചണിൽ വന്നിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതിനപ്പുറം ഈ പറയുന്ന നെവിനുമായിട്ട് ഈ പറയുന്ന ആദില ആയാലും ഷാനവാസ് ആയാലും ഒരു ടീം ഓഫ് ആളുകൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുന്നു. ആ ആർഗ്യുമെന്റുകൾക്കപ്പുറം ഷാനവാസ് ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട്. ആ ഷാനവാസ് ആ വിഷയം ഉന്നയിക്കുന്നതിന് മുന്നേ ആദിലയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അപ്പുറമാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് അവർ എത്തുന്നത്. നോമിനേഷൻ സമയത്ത് ആദ്യം ഇത് ഉന്നയിക്കുന്നത് ആദിലയാണ്. ഈ പറയുന്ന നെവിൻ ഈ ഒരുപാട് പ്രോഗ്രസീവ് എന്ന് പറയുന്ന ആദിലയുടെ വായിൽ നിന്നും വന്നൊരു വാക്കാണ് അവൻ ജെൻഡർ എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, അവന്റെ സത്വം എന്താണെന്ന് അവൻ വെളിപ്പെടുത്തിയിട്ടില്ല. അത് പോട്ടെ, കുഴപ്പമില്ല, ഹു കേസ്, നമ്മുടെ ഒരു വേറൊരു ചേട്ടൻ പറയുന്ന വേർഡാണത്. പക്ഷെ അതിവിടെ ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹു കേസ് എന്നൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ സമയത്ത് ആദിലയുടെ ഫേസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ആദില ഉന്നയിച്ചത് അവൻ ബാഡ് ഇന്റൻഷൻ ആയിട്ട് മറ്റിവിടെയുള്ള മെയിൽ കണ്ടസ്റ്റന്റുകളെ സ്പർശിക്കുന്നുണ്ട്, അതിന് മറ്റൊരു ഇന്റൻഷനാണ് ഉള്ളത് എന്ന രീതിയിൽ അതങ്ങ് എന്താ പറയാ ഒരാളുടെ വായിൽ നിന്നും കേട്ട കാര്യമാണ് ആദില പറഞ്ഞത്. ഇതേ സാധനം തന്നെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ലക്ഷ്മി അവതരിപ്പിച്ചിട്ടുള്ളത്. മസ്താനി എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ വായിൽ നിന്നും കേട്ട കാര്യം ലക്ഷ്മി അവിടെ അതിശക്തമായിട്ട് ഉന്നയിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇന്ന് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട്. വ്യക്തത വരാത്ത ചർച്ചകൾ ഒരുപാട് ഹൗസിനുള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആദില ഈ പറയുന്ന കേട്ടറിവുകൾ വെച്ചുകൊണ്ട്, കണ്ടറിവല്ല കേട്ടറിവുകൾ വെച്ചുകൊണ്ട് ആദില വന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ലക്ഷ്മി നടത്തിയ അതേ തെറ്റ് തന്നെയാണ് ആദിലയും അവിടെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലക്ഷ്മിയെ ഏത് രീതിയിലാണോ ലാലേട്ടൻ ശകാരിച്ചത് അതേ രീതിയിൽ തന്നെ ലാലേട്ടൻ ആദിലയ്ക്കെതിരെയും ശബ്ദം ഉയർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരാളെ ചേർത്ത് പിടിക്കുന്നത് അയാളുടെ ശരികളെയാണെങ്കിൽ ഒരാളെ നമ്മൾ എതിർക്കേണ്ടത് അയാളെ തെറ്റുകളുമാണ്.
വിമർശനത്തിന് പുറത്തല്ല ആരും, എല്ലാവരും വിമർശിക്കപ്പെടാൻ അർഹതയുള്ളവരാണ്. ചെയ്യുന്ന തെറ്റിനെ അതേ രീതിയിൽ ചൂണ്ടിക്കാണിക്കുവാനും ചെയ്യുന്ന തെറ്റിനെ ചോദ്യം ചെയ്യുവാനും ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്. ലക്ഷ്മി ഒരു തെറ്റ് ചെയ്തപ്പോൾ ജനവും അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകളും ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചു എങ്കിൽ ആദില എന്ന് പറയുന്ന വളരെ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആ പെൺകുട്ടി ഒരു തെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്, ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ലാലേട്ടൻ തയ്യാറാവണം. ഇനി നെവിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദില പറഞ്ഞിരിക്കുന്നത് ഷാനവാസിനെയും ഒരു ബാഡ് ഇന്റൻഷനോട് കൂടി ആ പയ്യൻ ടച്ച് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതിൽ ഷാനവാസ് നെക്സ്റ്റ് വന്നത് അതേ നോമിനേഷൻ സ്റ്റേജിൽ തന്നെ ഈ പറയുന്ന ഷാനവാസും അതൊന്നും കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന നെവിന്റെ ഭാഗത്ത് നിന്ന് ഷാനവാസിന് വളരെ തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യം കൂടി അത് കഴിഞ്ഞ ശേഷം അഭിലാഷ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇവിടുന്ന് നെവിൻ പുറത്താവുന്ന സമയത്ത് തന്റെ ഒരു കോണ്ടന്റ് പുറത്തു പോയി എന്ന രീതിയിൽ ഷാനവാസ് പറയുന്ന ഒരു കാര്യം. കാരണം അത് കോണ്ടന്റ് എന്ന് തന്നെയാണ്, കോംബോ പോയെന്നല്ല, അത് കോണ്ടന്റ് പോയി എന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനുണ്ട്. ഇനി പുറത്തു പോയൊരു പ്രവീണിനെയും ഇതിലേക്ക് ഈ പറയുന്ന ആദില ഡ്രാഗ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് പ്രവീൺ പുറത്താണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ പ്രവീണിന്റെ സ്റ്റാൻഡ് വളരെ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു സ്പേസ് ഇന്ന് പ്രവീണിനുണ്ട്. പ്രവീണിന് പുറത്ത് ജനത്തിനോട് വളരെ ഓപ്പൺ ആയിട്ട് ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഇടവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇവിടുത്തെ വിഷയങ്ങളെല്ലാം തന്നെ ഒരു തരത്തിലും മറ്റൊരു തരത്തിൽ എല്ലാം തന്നെ ഒരു കുലിസിതമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു 18+ ഷോ ആയി മാറുമോ എന്നുള്ള കാര്യത്തിലും സംശയമുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത് വന്നാൽ റെന ഉന്നയിച്ച ഈ പറയുന്ന ആര്യന് മേലെ വന്ന ഒരു അലിഗേഷൻ ആണ്. നൈറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ലൈവ് കണ്ടവർക്കും കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡ് കണ്ടവർക്കും ആ ഒരു വിഷ്വൽ ഓർമ്മയുണ്ടാവും. കാരണം വളരെ സഡൻലി ഒരാണ് ഒരു പെണ്ണിന്റെ മേൽ ഇങ്ങനെ വരുമ്പോൾ സഡൻലി ഉണ്ടാവുന്ന റിയാക്ഷൻ ഷോക്ക് തന്നെയായിരിക്കും. അത് എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ അത് എങ്ങനെയാണോ ആ പെൺകുട്ടി അത് എടുക്കുന്നത് എന്നുള്ളത് ഓരോരുത്തരുടെയും പെർസ്പെക്റ്റീവ് ആണ്, ഓരോരുത്തരുടെ ചിന്തയാണ്. പക്ഷെ മറിച്ച് ആ എല്ലാ വിഷയം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ വളരെ പേഴ്സണൽ ആയിട്ട് ആര്യനോട് വന്ന് ഈ പറയുന്ന റെന അത് സംസാരിക്കുന്നുണ്ടായിരുന്നു. തനിക്കൊരു ടോപ്പിക് ആക്കണ്ട എന്ന രീതി തന്നെയാണെന്ന് തോന്നുന്നു. വളരെ പേഴ്സണലി അവൾ മാറ്റി നിർത്തി ഈ പറയുന്ന ആര്യനോട് ആ കാര്യം പറയുന്നു. പക്ഷെ അവിടെ നിന്നും ആ വിഷയം കൈവിട്ടു പോകുന്നുണ്ടായിരുന്നു. അത് ചർച്ച മൊത്തം ഹൗസ് ഏറ്റെടുക്കുന്നു. ഹൗസിലുള്ള എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോ പോയിന്റുകൾ ആ വിഷയത്തിലേക്ക് വെക്കുന്നുണ്ട്. അതിനകത്ത് ഞാനൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ റെനയുടെ ഭാഗത്ത് നിൽക്കുന്നില്ല, ആര്യന്റെ ഭാഗത്ത് നിൽക്കുന്നില്ല. ആര്യന് വളരെ ഒരു തമാശ എന്ന രീതിയിലായിരിക്കണം മൈൻഡിൽ വെച്ചുകൊണ്ട് അത് ചെയ്തത്. റെനയ്ക്ക് പെട്ടെന്ന് ആ ഒരു ഇൻസിഡന്റിന് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ ഒരു ആക്ഷൻ അപ്പുറമാണ് ആര്യന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടായെന്നും കൂടി ഈ ഒരു വിഷയത്തിൽ കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. പക്ഷെ അവിടെ കണ്ട മറ്റൊരു അനീതി, ജിസേൽ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ 2 സുഹൃത്തുക്കളാണ് ഈ പറയുന്ന റെനയും ആര്യനും. ജിസേലിന്റെ തന്നെ വളരെ ഇന്റിമേറ്റ് ഉള്ള സുഹൃത്തുക്കളാണ് ഹൗസിനുള്ളിലുള്ള ഇവർ 2 പേരും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ റെനയുടെ വോയിസ് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും ജിസേൽ എന്ന് പറയുന്ന മത്സരാർത്ഥി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കണ്ണടച്ചുകൊണ്ട് ആര്യനെ പിന്തുണയ്ക്കുന്ന, ഒന്നും അറിയണ്ട, എന്റെ ആര്യൻ ശരിയാണ്, എന്റെ ആര്യൻ ചെയ്തത് ശരിയാണ് എന്ന് വളരെ കണ്ണടച്ചുകൊണ്ടാണ് ജിസേലോടെ പറഞ്ഞിട്ടുള്ളത്. പിന്നിൽ നടന്ന കാര്യം എന്തെന്ന് പോലും ചോദിക്കാതെ സഡൻലി വന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജിസേലിനെയാണ് കാണാൻ സാധിച്ചത്. സുഹൃത്ത് തെറ്റ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കുന്നതല്ല, ആ തെറ്റിനെ തിരുത്തി അവന് പറഞ്ഞ് നല്ലത് കൊടുക്കേണ്ടത് നല്ലൊരു സുഹൃത്തിന്റെ കൂടി കടമയാണ്. പക്ഷെ ജിസേലിൽ നിന്നൊന്നും അങ്ങനെ ഒരു സമീപനം കണ്ടിട്ടില്ല. പിന്നെ ആര്യന്റെ ഒരു ബോഡി ലാംഗ്വേജ് നമുക്കറിയാം. ആര്യൻ ഒരു വിഷയത്തിന്മേൽ ഉന്നയിക്കുന്ന വാക്കിന്റെ രീതികൾ നമുക്കറിയാം. ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വളരെയേറെ കളിയാക്കുന്ന രീതിയിൽ, അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി ഇല്ല എന്ന രീതിയിൽ, അവർക്ക് ഒരു വില കൊടുക്കാത്ത രീതിയിലുള്ള ആര്യന്റെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ മലയാളി കണ്ടിട്ടുള്ളതാണ് പല വിഷയങ്ങളിൽ. ഇതിനകത്ത് വന്ന് സംസാരിക്കുന്നവർക്കെതിരെ ആര്യൻ വെക്കുന്ന ഒരു ബോഡി ലാംഗ്വേജും അങ്ങനെ തന്നെയാണ്. ഇതിലെന്ന് പറയുന്നത് ഈ പറയുന്ന സീസൺ 7 ഏറ്റവും മോശമായിട്ടുള്ള, ഏറ്റവും ബാഡ് ഇമേജ് ഉള്ള, ഏറ്റവും ക്വാളിറ്റികൾ ഇല്ലാത്ത, ഒരു തരത്തിലും ഒരു വ്യക്തിത്വം എന്താണെന്ന് കീപ്പ് ചെയ്യാൻ സാധിക്കാത്ത, മറ്റുള്ളവരെ ഒരു എന്താ പറയാ ഒരു റെസ്പെക്ട് ഇല്ലാത്ത, ലാലേട്ടന് ഇത് മുന്നിൽ പോലും റെസ്പെക്ട് ഇല്ലായ്മ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആ ഉള്ളിലുള്ള ആളുകളോട് ഒരു തരത്തിലും റെസ്പെക്ട് കാണിക്കാത്ത ഒരു മത്സരാർത്ഥിയാണ് ഈ പറയുന്ന ആര്യൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ആര്യൻ നിന്നിരുന്ന രീതികൾ കാണുമ്പോൾ ഒരുമാതിരിപ്പെട്ട മലയാളി ഓഡിയൻസിന് അത് അത്രത്തോളം ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എന്തുകൊണ്ടും മൊത്തത്തിൽ ഇതൊരു കലുഷിതമായിട്ടുള്ള ഒരിടമാണ്. പിന്നെ ലക്ഷ്മിയുടെ കാര്യത്തിലേക്ക്, ലക്ഷ്മി ഉണ്ടായ വിഷയം ഒനിയിലുമായിട്ട് സോറി പറയുമ്പോൾ ഒരാൾ തന്റെ തെറ്റ് അംഗീകരിച്ച് ആ ഒരു സോറി പറഞ്ഞു കഴിയുമ്പോൾ അയാൾ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. തന്റെ ഭാഗത്തുണ്ടായ തെറ്റിനെ തിരിച്ചറിഞ്ഞതിന് ശേഷമായിരിക്കും ഒരാൾ സോറി പറയുന്നത്. ഈ ലക്ഷ്മി സോറി പറഞ്ഞതിനപ്പുറവും ലക്ഷ്മിയുടെ കുടുംബത്തിനെയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ കുഞ്ഞിനെയും
പിന്നെയും ടാർഗറ്റ് ചെയ്യുന്ന സൈബർ ബുള്ളിങ് നമ്മളുടെ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. അത് തെറ്റാണ്. കാരണം ലക്ഷ്മി ചെയ്ത തെറ്റ് ലക്ഷ്മി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ അഡ്മിറ്റ് ചെയ്ത തെറ്റിനെ സോറിയും പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ കൊണ്ട് തീരാതെ പിന്നെയും ലക്ഷ്മിയെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നത് വളരെ തെണ്ടിത്തനമാണ്. ഇവിടുത്തെ PR അത് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു കൂട്ടം PR ടീമുകളും പിന്നെ ഒരു പ്രൊപ്പഗൻഡ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന കുറച്ച് ആളുകളുമാണ് ഇന്ന് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുന്നത്. ലക്ഷ്മിയെ ആക്രമിക്കുന്ന ആ പ്രൊപ്പഗൻഡ ടീമും ഈ പറയുന്ന PR അതേ നാണയത്തിൽ ആദിലക്കെതിരെയും എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? ഇവിടെയാണ് വേർതിരിവും ചേരിതിരിവും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ലക്ഷ്മി എന്താണോ ചെയ്തത് അതിന്റെ മറ്റൊരു സൈഡ് ഓഫ് ആക്ഷനാണ് ഇപ്പോൾ ആദില എടുത്തിട്ടുള്ളത്. ആദിലയും അതേ രീതിയിൽ തന്നെയാണ് ഒരു വ്യക്തിയെ ആരിൽ നിന്നും കേട്ട അറിവുകൾ വെച്ചുകൊണ്ട് വ്യക്തിഹത്യ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആദിലക്കെതിരെയും ആക്ഷൻ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.